നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം പി ജയരാജന്റെ ആത്മകഥയിലേക്ക് ചുരുങ്ങിയതിൽ ആശ്വാസം കണ്ട് CPM. IAS വിവാദവും ട്രോളി ബാഗ് വിവാദവുമെല്ലാം CPMന് വെല്ലുവിളിയായിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനം പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ CPMന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിവാദങ്ങളെ അപ്രസക്തമാക്കി കട്ടൻ ചായയും പരിപ്പുവടയും എത്തിയതിൽ എല്ലാവരും CPMൽ സന്തുഷ്ടർ. പുസ്തകത്തെ EP തള്ളി പറഞ്ഞതാണ് ഇതിന് കാരണം. മുഖ്യമന്ത്രി പോലും ഈ വിഷയം പ്രചരണത്തിൽ നിറയ്ക്കുന്നുണ്ട്. ഒരാൾ പുസ്തകം എഴുതിയാൽ അതിന്റെ പ്രചരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ്. വിവാദ പണ്ഡിതന്മാർ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് CPM നേതാവ് പി ജയരാജനെ ഉന്നം വച്ചത്. CPM കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ഓഫീസായ മാരാരിക്കുളം രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജയരാജൻ പറഞ്ഞു, താനൊരു പുസ്തകം എഴുതുന്നുണ്ടെന്ന്, അതിന്റെ കരാർ ആർക്കും കൊടുത്തിട്ടില്ലെന്ന്. പുസ്തകം വായിക്കാനുള്ളതാണ്. അത് വാട്സപ്പിലൂടെ സന്ദേശമാക്കി കൊടുക്കുമോ? ഡോക്ടർ സരിനെക്കുറിച്ച് അറിയാമോ എന്ന് ജയരാജനോട് ഞങ്ങൾ ചോദിച്ചു. അറിയില്ലെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അനക്കറിയില്ലാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെ എഴുതും എന്ന് തിരികെ ചോദിച്ചു. 1.5 വർഷം മുമ്പ് പ്രകാശ് ജാവ്ദേക്കറെ EP കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു വേറൊരു വിവാദം. അതും കൃത്യം തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ. ഇപ്പോൾ ഈ വിവാദവും കൃത്യം തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്ന UDFനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പിണറായി പറഞ്ഞു. ഇതോടെ EPയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിന്നിലുണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്. വയനാട് ദുരന്തത്തിലടക്കം സർക്കാർ നിലപാടുകൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി തന്നെ നിറയും. ചേലക്കരയിൽ ജയിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. അത് CPMന് വീണ്ടും പുനർജീവനം നൽകും. പാലക്കാടും വീറോടെ പോരാടും. ഇതിനു വേണ്ടിയാണ് EPയെ മുന്നിലേക്ക് നിർത്തുന്നത്. പാലക്കാട് വോട്ട് കൂടാൻ BJP വിമർശനം CPM കൂട്ടും. കഴിഞ്ഞ ദിവസം പിണറായി വയനാട് വിഷയം ഉയർത്തിയതും ഇതിനു വേണ്ടിയാണ്. വയനാട് ദുരന്തത്തിൽ കേരളം കള്ളക്കണക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഹൈക്കോടതി കണക്കിന് കൊടുത്തു. അടങ്ങാതെ ഇവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും തലപൊക്കി. കേരളം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ എന്നും നമ്മളും ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തെ കേന്ദ്രം സഹായിക്കാത്തത് പരാമർശിച്ചായിരുന്നു വിമർശനം. വയനാട്ടിലെ തീവ്ര ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളം നിശ്ചിത തുക കരുതിവെച്ചു. അത് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അത് പൊതുരീതിയാണ്. അതിന്റെ പേരിൽ സഹായം നൽകാതിരിക്കാനാകുമോ? വയനാടിന് ശേഷം ദുരന്തമുണ്ടായ പല സംസ്ഥാനങ്ങൾക്കും സഹായം കൊടുത്തു. അത് നല്ല കാര്യം. എന്നാൽ കേരളത്തിനും ആ സഹായം നൽകേണ്ടതല്ലേ? അദ്ദേഹം ചോദിച്ചു. പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കിയത്? പുസ്തകം എഴുതി തീർന്നിട്ടില്ലെന്നും ഇപ്പോൾ വിവാദപരമായ കാര്യങ്ങൾ തന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതാണെന്നും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, അടുത്ത വർഷം നവംബറോടെ കേരളത്തിൽ അതിദരിദ്രർ ഉണ്ടാവില്ല. നിലവിൽ ഇതേ വിഭാഗത്തിലെന്ന് കണ്ടെത്തിയ 64,006 കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. പ്രതിമാസം 1,600 രൂപ നിരക്കിൽ 60 ലക്ഷം പേർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നത്. പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് രൂപീകരിച്ച കമ്പനിയുടെ വായ്പയും സർക്കാർ വായ്പയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയെ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമല്ല, മുഖ്യമന്ത്രി പറഞ്ഞു.